വൃത്തിയുള്ള കുപ്പിയിലിട്ട് അടച്ചു വെച്ച് ഒരാഴ്ച കഴിയുമ്പോൾ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കിക്കോ. ഭയങ്കര ടേസ്റ്റ് ചെയ്യിപ്പിക്കുക. ഇതിൽ മാത്രം ഇട്ട് ചോറ് വയ്ക്കാൻ പറ്റില്ല. ഞങ്ങളുടെ ചെടിയിൽ നിന്ന് പറിച്ചതാണ് വഴുതനങ്ങ. അപ്പോൾ അതുകൊണ്ട് പിക്കിൾ ഉണ്ടാക്കാം. ഇതുണ്ടോ, ഇത് പാത്ത് കിടക്കുമായിരുന്നു. നല്ല വെയിലും വെട്ടം കൊള്ളാതെ വന്നുകൊണ്ട് കളർ മാറിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ നീളത്തിലരിയുന്നത്. എന്നിട്ടേ ഇതെല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് ഇച്ചിരി കനത്തിലരിയുന്നത്. കാരണം ഞാൻ എയർ ഫ്രയറിലാണ് ഇതെടുക്കുന്നത്. ഇത് എയർ ഫ്രയർ വേവിക്കല്ല, ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ട് ഇതങ്ങ് ചൊക്കിക്കോളുമല്ലോ. ഈ അരിഞ്ഞതേ വെള്ളത്തിലിടുന്നില്ല, പകരം ഞാൻ ഉപ്പിൻ്റെ അകത്തിടുക. ഉപ്പിടാൻ പോവാ. ഇതിൽ അരിയുന്നത് പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പാണ് ആഡ് ചെയ്യുന്നത്. ഉപ്പിട്ടിട്ട് വെക്കുക. അപ്പോൾ മൊത്തം അരിഞ്ഞെടുക്കട്ടെ. 2 വലിയ എഗ് പ്ലാന്റ് കണ്ടല്ലോ നിങ്ങൾ. അതിൻ്റെ കണക്കനുസരിച്ചാണ് പറയുന്നത്. അങ്ങനെ ലാസ്റ്റിലത്തെ രണ്ടാമത്തെ വഴുതനങ്ങ ഓൾമോസ്റ്റ് അരിഞ്ഞു കഴിഞ്ഞു. ഇതിലേക്ക് മാറ്റിയിട്ടേ ഞാൻ ആദ്യം കാണിച്ചായിരുന്നല്ലോ ഉപ്പിടുന്നത്. ഇതിലേക്ക് കുറച്ചും ഉപ്പിടും കൂടി ഇടാൻ പോവാം. ഉപ്പിട്ട് ഒന്ന് തിരിഞ്ഞ് വെക്കേ, ഒന്ന് ഇളക്കി ഇടും നല്ലതായിട്ട്. അപ്പം എന്ന് വെച്ചാൽ ഇതിന്ന് വെള്ളം ഇറങ്ങും. ഇങ്ങനെ ഇളക്കി വെക്കണം. എപ്പം വഴുതനങ്ങ ഉണ്ടാക്കുമ്പോഴും ഉപ്പിട്ടിട്ട് നല്ലതായിട്ട് ഇളക്കണം. അപ്പോൾ അതിനുള്ളിലേക്കൊക്കെ ഉപ്പ് കയറിയിട്ട് അത് സോഫ്റ്റ് ആവും. അത് നല്ലൊരു തീരുമാനം. 30 മിനിറ്റ് ഇങ്ങനെ വെക്കും. ഇതിന് ശേഷം ഇത് പിഴിഞ്ഞ് ഇതിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം കളഞ്ഞേച്ച് എയർ ഫ്രയറിൽ വറക്കും. അപ്പോൾ ഇനി ഇവിടെ ഇരിക്കട്ടെ. 30 മിനിറ്റ് വെക്കും. അരമണിക്കൂർ വെച്ചിട്ട് അതിന് ശേഷം ഇനിയും എടുത്ത് ബാക്കി പരിപാടികളൊക്കെ ചെയ്യും. 30 മിനിറ്റ് കഴിഞ്ഞു. എഗ് പ്ലാന്റ് കട്ട് ചെയ്ത് സോൾട്ട് ഇട്ടിട്ട് വെച്ചിട്ട് അതിൽ നിന്നിറങ്ങിയ വെള്ളം എല്ലാം കളയാൻ പോവാണേ. ഇത് കാണാനല്ലോ വെള്ളം ഓൾറെഡി കിടക്കുന്നത്. ഇത് പിഴിഞ്ഞെടുക്കാം. ബാക്കിയുള്ളതൊക്കെ എന്നിട്ട് ഞാൻ വീണ്ടും ഒരു കിഴുത്തപാത്രത്തിലേക്കാണ് ഇടുന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലും വെള്ളം അതിലുണ്ടെങ്കിൽ അതുകൂടെ അങ്ങ് പൊയ്ക്കോളൂ. ഇതപ്പോൾ എല്ലാം ഞെക്കി പിഴിഞ്ഞെടുത്തു. ഇതിൻ്റെ അകത്ത് വെള്ളമൊക്കെ പോയി, ഉപ്പൊക്കെ കളഞ്ഞു. ഇനിയും ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാൻ പോകണേ. ഓയിൽ പുരട്ടിയിട്ടാണ് എയർ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ലല്ലോ. അപ്പം കുറച്ച് ഓയിൽ ഒഴിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിക്കാം. ഇതിലേക്ക് എണ്ണ ഒഴിക്കാൻ പോകാം. ഒരുപാട് എണ്ണയൊന്നും വേണ്ട. ഇതൊന്ന് പുരട്ടി എല്ലായിടും ഒന്ന് പറ്റാൻ വേണ്ടിയുള്ള എണ്ണ. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ വേണമായിരിക്കും. അതിലേക്ക് ഇതിടാൻ പോവാണ്. ഉപ്പിട്ടിട്ടില്ല, കാര്യം ഓൾറെഡി ഉപ്പിട്ടില്ല, പിഴിഞ്ഞ് കളഞ്ഞത്. അതുകൊണ്ട് ഒരുമിച്ചങ്ങിടാം. കാരണം ഇത് ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് ഇത് ഒന്ന് ചുക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് മൊത്തം കൂടെ ഇട്ടു. ഇട്ടിട്ട് ഇത് 350 ഡിഗ്രി ഫാരൻഹൈറ്റിൽ 10 മിനിറ്റ് വെച്ച് നോക്കാം ആദ്യം. അത് കഴിഞ്ഞേച്ച് വേണമെങ്കിൽ പിന്നെയും 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് അനുസരിച്ച് ഓരോരുത്തരുടെ എയർ ഫ്രയർ അനുസരിച്ച് ഇടണം ടെമ്പറേച്ചർ. അപ്പോൾ ഫസ്റ്റിൽ 350 ഡിഗ്രി ഫാരൻഹൈറ്റിൽ 10 മിനിറ്റ്സ് ഇടാൻ പോവാം. മിനിറ്റ് കഴിഞ്ഞായിരുന്നു, ഒന്നും ആയിട്ടില്ല. സോ അതുകൊണ്ട് ഞാനിത് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒരു 15 മിനിറ്റും കൂടെ വെക്കാൻ പോവാം. 5 മിനിറ്റ് പിന്നെയും കഴിഞ്ഞപ്പോൾ മൊത്തം 25 മിനിറ്റ് ആയേ. കണ്ടോ, എന്നിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇത്ര ആയാൽ മതി. കരിഞ്ഞു പോയൊന്നും ഇല്ല. ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടായപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കടുക്, ഇതൊക്കെ കൂടെ നമുക്ക് റോസ്റ്റ് ചെയ്യാം. വറുത്ത് പൊടിച്ചെടുക്കാമെന്ന് അത് ഇടാനാണ്. നന്നായിട്ട് ഇന്ന് ചൂടായാൽ മതി. ചൂടായിട്ട് ഇപ്പോൾ ഇത് പൊട്ടുന്നുണ്ട്. സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്യാം. ഇത് റോസ്റ്റ് ചെയ്തു. കടുകും ജീരകവും ഉലുവയും കൂടെ തണുത്ത് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഞാൻ റോസ്റ്റ് ചെയ്യാൻ എടുത്ത പാത്രം മൺപാത്രം തന്നെയാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. അതിലേക്ക് ഓയിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിക്കാമേ. 2 ടേബിൾ സ്പൂൺ ഉണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി, 1 ടീസ്പൂൺ ഇഞ്ചി, ഒരു 2-3 പച്ചമുളകുണ്ട്. നിങ്ങൾക്ക് ആവശ്യം തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ വേണം ഒഴിക്കാം. പിക്കിളല്ലേ, എണ്ണ കിടന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക്
2 തണ്ട് കരിയാപ്പില നന്നായിട്ടൊന്ന് വഴറ്റാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എന്നിട്ട് 2 ടേബിൾ സ്പൂൺ ഉണ്ട് മുളക് പൊടി. ഞാൻ ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ചായിരുന്നു ഇതിനകത്തേക്ക്. എന്നിട്ട് തീ കുറച്ച് വെച്ച് വേണം മുളകൊക്കെ ചൂടാക്കാൻ, ഇല്ല കരിഞ്ഞു പോവും. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പുളി, കുഞ്ഞൊരു നാരങ്ങയല്ല, കൊച്ചു നെല്ലിക്ക വലിപ്പം പുളിയാണേ. ഇതിന് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുന്നുണ്ട്. പുളിവെള്ളം ഒഴിച്ചു. എന്നിട്ട് ഇനി ഇതിലേക്ക് 1/4 കപ്പ് വിനീഗർ ഇതും കൂടെ ഒഴിച്ച് ഞാൻ തിളപ്പിക്കും. തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് കായം ഇടും. ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യണേ. നിങ്ങൾ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് വേണം. ഓൾറെഡി വഴുതനങ്ങയ്ക്കകത്ത് ഉപ്പിട്ട് വെച്ചിരുന്നതല്ലേ, അപ്പം അതുകൊണ്ട് നോക്കിയിട്ട് ഉപ്പിടാറുള്ളൂ. ഇതിലേക്ക് ഇത് ചെറുതായിട്ട് തിള വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ശർക്കര ഇടാം, അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ. ഞാൻ ബ്രൗൺ ഷുഗർ ഇപ്പോൾ എടുത്തേക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ബ്രൗൺ ഷുഗർ. എപ്പോഴും ഞാൻ പറയും പുളി ഉപ്പും ഒക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇച്ചിരി ബ്രൗൺ ഷുഗർ ആഡ് ചെയ്യും. നന്നായിട്ട് ചൂടാവുന്നുണ്ട്, ചൂടായിട്ടുണ്ട്. അടുത്ത് തിളയ്ക്കുന്നുണ്ട് സൈഡിൽ നിന്ന്. അപ്പോൾ ഇതിലേക്ക് കായം, ഒരു 1/4 ടീസ്പൂൺ കായം. ഇതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, മുമ്പേ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, അതങ്ങ് ആഡ് ചെയ്യണേ. നല്ല മണം വരുന്നുണ്ട്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഇപ്പം നന്നായിട്ട് തിളയ്ക്കുന്നില്ലേ, ഇതിലേക്ക് വേണ്ട ഈ വറുത്ത് വെച്ചേക്കുന്ന എയർ ഫ്രയറിൽ വറുത്ത് വെച്ച എഗ് പ്ലാന്റ് ആണ്. 2 വലുതായിരുന്നു എടുത്തത്. ഇത് ഭയങ്കരമായിട്ട് ബ്രൗൺ, ഡാർക്ക് കളറൊന്നും ആയിട്ടില്ല, ഗോൾഡൻ ബ്രൗൺ ആണ് ആയേക്കുന്നത്. കരിഞ്ഞു പോവാതെ എടുക്കുമ്പോൾ ഇത് ഞാൻ ഇതിലൂടെ ഇടാൻ പോവാം. ഇനി ഇത് തീ കുറച്ച് വെച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഞാൻ തീ അങ്ങ് ഓഫ് ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ ഈ പാത്രം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മൺപാത്രമാണ്. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ കുറേ സമയം ചൂടങ്ങ് നിൽക്കും. ഞാനങ്ങ് ഓഫ് ചെയ്തു. ഇതിൽ ഇളക്കി നല്ലതായിട്ട് യോജിപ്പിക്കാം. അത്രേ ഉള്ളൂ. വഴുതനങ്ങ പിക്കിൾ റെഡിയായി കഴിഞ്ഞു. ഇത് ഇല്ല, നല്ലൊരു അടിപൊളി പിക്കിളാണേ. ജീരകവും പിന്നെ എന്തായിരുന്നു ഉലുവായും കടുകും കൂടെ വറുത്ത് പൊടിച്ചിട്ടപ്പോൾ പ്രത്യേക ഒരു ഫ്ലേവറാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ യൂഷ്വലി എണ്ണയ്ക്കകത്ത് വറുത്തല്ലേ എടുക്കുക. ഇതിപ്പോൾ എണ്ണയ്ക്കകത്ത് വറുത്തെടുത്തിട്ട് സമയമൊന്നും കളയേണ്ട ആവശ്യമില്ല. എയർ ഫ്രയറിൽ ഇതങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ബാക്കി അരിയാനും പിടിക്കാനും ഒക്കെ ഉള്ളത് ചെയ്യുകയും ചെയ്യാം. കണ്ടോ, ഇത് എടുക്കല്ലോ ഉടനെ ഇതങ്ങ് വെക്കണം. എല്ലാ പിക്കിളും ഇടുന്ന പോലെ ഇത് അറ്റ്ലീസ്റ്റ് ഒരാഴ്ച വെച്ചിട്ട് എടുക്കാവുള്ളൂ. ഇത് റെഡി ആയി കഴിഞ്ഞു പിക്കിൾ. കണ്ടോ, ഈ പാത്രത്തിൽ തന്നെ ഞാൻ അങ്ങനെ വെക്കും. ഇതിലിരുന്നിട്ട് തണുത്ത് കഴിയുമ്പോൾ വൃത്തിയുള്ള കുപ്പിയിലിട്ട് അടച്ച് വെച്ച് ഒരാഴ്ച കഴിയുമ്പോൾ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കിക്കോ. ഭയങ്കര ടേസ്റ്റ് ചെയ്യിപ്പിക്കുക. ഇതിൽ മാത്രം ഇട്ട് ചോറ് കഴിക്കാൻ പറ്റും. പുതിയ കൊണ്ടുവന്നാൽ പ്രത്യേകിച്ച് നല്ല ടേസ്റ്റ്. ഒന്നിൻ്റെ ഒരു കുറവില്ലേ, നെയ്യൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വേറെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം.